INTUC-യുടെ താലൂക്ക് ജനറൽ ബോഡി കോതമംഗലത്ത് ചേർന്നു. LDF സർക്കാർ കോതമംഗലത്തെ ഏറെ പിന്നോട്ട് കൊണ്ടുപോയതായി യോഗം ആരോപിച്ചു. INTUC-യുടെ കോതമംഗലം താലൂക്ക് ജനറൽ ബോഡി കോൺഗ്രസ് നേതാവ് KP ബാബു ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബു മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. ഷമീർ പനക്കൽ, ബാബു ഏലിയാസ്, KC മാത്യൂസ്, ചന്ദ്രലേഖ ശശിധരൻ, ജോളി ജോർജ്, ബേസിൽ തണ്ണിക്കോട്ട്, വിൽസൺ കൊച്ചുപറമ്പിൽ, KA സിബി, KE കാസിം, ബെന്നി കവളങ്ങാട്, അലി പടിഞ്ഞാറേച്ചാലിൽ, അനിൽ രാമൻ നായർ, IV ജിജോ, സുരേഷ് ആലപ്പാട്ട്, റഹീം കോട്ടപ്പടി, KV ആന്റണി തുടങ്ങിയവർ പ്രസംഗിച്ചു. കഴിഞ്ഞ 10 വർഷം കോതമംഗലത്ത് വികസനമൊന്നുമുണ്ടായില്ലെന്ന് യോഗം ആരോപിച്ചു. UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണം നടത്താനും തീരുമാനിച്ചു. നമുക്ക് നമ്മുടെ നഗരസഭാ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തും ഇവിടെ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് ഡിവിഷനും ഒക്കെ നമുക്ക് അനുകൂലമായി കിട്ടിയത് ഒരു ചരിത്ര സത്യമാണ്. ആ വോട്ട് ചെയ്തവർ അത് UDF-നാണെന്ന് വോട്ട് ചെയ്തത്. കൈപ്പത്തി വോട്ട് ചെയ്തുവെങ്കിൽ അത് UDF-നാണ്. അപ്പോൾ ആ UDF-ന് വോട്ട് ചെയ്തവർ മാസത്തിനുള്ളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറിച്ച് ചിന്തിക്കാനുള്ള ഒരു കാരണങ്ങളുണ്ട്. അത് തന്നെയുമല്ല, പിണറായിക്കെതിരെയുള്ള ശക്തിയായ ജനകീയ രോഷം, ആ അദ്ദേഹത്തോടും ആ ഭരണഘടനാ സംവിധാനങ്ങളോടുമുള്ള എതിർപ്പ് ഈ കഴിഞ്ഞ 1-2 മാസമായി വർദ്ധിച്ചിരിക്കുകയാണ്. പത്രം വായിക്കുന്നവർക്കെല്ലാം അത് മനസ്സിലായി. GTV ന്യൂസ് കോതമംഗലം.